ശ്വാസം പതുക്കെ കുറയുന്നു. ഹൃദയം നിശബ്ദമായി നിൽക്കാൻ പോകുന്നു. നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ശബ്ദം പുറത്തു വരില്ല. കണ്ണുകൾ തുറന്നിരിക്കും, പക്ഷേ ഈ ലോകം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. ചുറ്റും ആളുകൾ, കരച്ചിൽ, വിഷമം എല്ലാം കേൾക്കാം. പക്ഷേ ഒരുത്തർക്ക് മറുപടി പറയാൻ കഴിയില്ല. അതാണ് മരണം. ഇന്നലെ വരെ നമ്മളോടൊപ്പം ചിരിച്ചവർ ഇന്ന് നമ്മളെ ചുറ്റി കരയുന്നു. ചില മണിക്കൂറുകൾക്കുള്ളിൽ നമ്മളെ ഒരു വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് വിട പറയിക്കുന്നു. നമ്മൾ വർഷങ്ങളായി ബിൽഡ് ചെയ്ത എല്ലാം ഒരു നിമിഷത്തിൽ വിട്ടുപോകുന്നു. വീട്, പണം, ഫ്രണ്ട്സ്, ഫോളോവേഴ്സ് ഒന്നും കൂടെ വരില്ല. ഒരു യാത്ര തുടങ്ങുന്നു, തിരിച്ചു വരാനാകാത്ത ഒരു യാത്ര. നമ്മളെ തോളിലേറ്റി ഒരുപാട് ആളുകൾ നടക്കും, പക്ഷേ അവർക്കെല്ലാം അറിയാം, അവിടെ വരെ മാത്രമേ കൂടെ വരാൻ കഴിയൂ. ഖബറിന്റെ അടുത്തെത്തുമ്പോൾ ഹൃദയം വിറയ്ക്കും, പക്ഷേ ഇപ്പോൾ തിരിച്ചു പോകാൻ വഴിയില്ല. ആകാശം, അവസാനമായി കാണുന്ന കാഴ്ച. പിന്നീട് മണ്ണ് പതുക്കെ അടയ്ക്കാൻ തുടങ്ങുന്നു. ഓരോ പിടി മണ്ണും ഒരു സത്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇതോടെ ഈ ലോകം അവസാനിച്ചു. ചില നിമിഷങ്ങൾക്കുള്ളിൽ മുഴുവൻ ഇരുട്ട്, ശബ്ദമില്ല, ആരുമില്ല. അവിടെ നമ്മൾ ഒറ്റയ്ക്ക്. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു നിശബ്ദം, ഒരു ഭയം. ഇപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നു, ജീവിതത്തിൽ നമ്മൾ ചേസ് ചെയ്ത കാര്യങ്ങൾ എത്ര മീനിങ്ലെസ് ആയിരുന്നുവെന്ന്. ഫോണില്ല, നോട്ടിഫിക്കേഷൻസ് ഇല്ല, സ്റ്റേറ്റസ് ഇല്ല. നമ്മൾ മാത്രം, നമ്മുടെ അമൽ മാത്രം. നമ്മൾ ചെയ്ത ഓരോ നല്ല പ്രവൃത്തിയും ഇപ്പോൾ ഒരു വെളിച്ചം പോലെ തോന്നും. ഒരു ചെറിയ സഹായം, ഒരു നല്ല വാക്ക്, ഒരു സിൻസിയർ ദുആ, ഇവയെല്ലാം ഇപ്പോൾ വലിയ കാര്യങ്ങളായി മാറുന്നു. അതുപോലെ നമ്മൾ ചെയ്ത തെറ്റുകൾ, നമ്മൾ ഇഗ്നോർ ചെയ്ത സത്യങ്ങൾ, മാറ്റിവെച്ച നന്മകൾ, ഇവയെല്ലാം ഇപ്പോൾ ഒരു ഭാരമായി മാറുന്നു. ഇന്ന് ചെയ്യാം, നാളെ സമയമുണ്ടെന്ന് പറഞ്ഞ നിമിഷങ്ങൾ അവിടെ വീണ്ടും വരില്ല. സമയം അവിടെ നിൽക്കും. ഒരു സെക്കൻഡ് പോലും തിരിച്ചു വാങ്ങാൻ കഴിയില്ല. ജീവിതത്തിൽ നമ്മൾ ബിസി ആയിരുന്നു, പക്ഷേ ശരിയായ കാര്യങ്ങൾക്കായി അല്ല. ഇന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു, പക്ഷേ ഇപ്പോൾ മാറ്റാൻ കഴിയില്ല. അതാണ് ഖബർ. ഒരു സത്യം, ഒരാൾക്കും ഒഴിവാക്കാൻ കഴിയാത്ത. പക്ഷേ ഇന്നും ഒരു അവസരമുണ്ട്. നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നു. തിരുത്താൻ, ഒരു മനുഷ്യനെ സഹായിക്കാൻ. ഇവ ചെറിയ കാര്യങ്ങളല്ല. ഇവയാണ് നാളെ നമ്മളെ രക്ഷിക്കുന്നത്. ജീവിതം നമ്മൾ കരുതുന്നതിലും ഷോർട്ടാണ്. മരണം അറിയിക്കാതെ വരും. ഖബർ തയ്യാറായി കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഇന്നു തന്നെ മാറാം. നാളേക്ക് വേണ്ടി കാത്തിരിക്കാതെ ഇന്ന്, ഇപ്പോഴേ. കാരണം നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിനായി മാത്രമല്ല, അതിനുശേഷമുള്ളതിനായി കൂടിയാണ്. ഖബർ ഒരു ഭീകര സത്യം മാത്രമല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ.